عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله تعالى على خير خلقه محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر المنافقين بأن لهم عذابا أليما الذين يتخذون الكافرين أولياء من دون المؤمنين أيبتغون عندهم العزة فإن العزة لله جميعا وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا الذين يتربصون بكم فإن كان لكم فتح من الله قالوا ألم نكن معكم وإن كان للكافرين نصيب قالوا ألم نستحوذ عليكم ونمنعكم من المؤمنين فالله يحكم بينكم يوم القيامة ولن يجعل الله للكافرين على المؤمنين سبيلا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസം മനസ്സിൽ ഉറച്ചു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ദൃഢമായി ഒന്നിലും സ്ഥിരത കൈവരുത്താത്ത ആളുകളെക്കുറിച്ച്, കപടവിശ്വാസികളെക്കുറിച്ച്, അഹ്വാലുൽ മുനാഫിഖീൻ വ മസീറുഹും, അവരുടെ അവസ്ഥയും അവർ അവസാനം എങ്ങനെയായി തീരും എന്നതിനെക്കുറിച്ചുമൊക്കെ അള്ളാഹു വിശദീകരിച്ച് തരുന്ന ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓതിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബശ്ശിരിൽ മുനാഫിഖീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ബശ്ശറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ്. പക്ഷേ ഈ വാർത്ത അവർക്കൊരിക്കലും എന്താവുകയില്ല, സന്തോഷകരമായി ഇരിക്കുകയില്ല. അപ്പോൾ ഒരു ഇസ്തിഹ്സാ ആണ് അത് എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാടിനെ, അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ സമീപനങ്ങളെയൊക്കെ ഒരു പരിഹസിക്കുന്ന മട്ടിലുള്ള ഒരു പ്രയോഗം കൂടിയാണിത്. വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ വേദനാജനകമായ ശിക്ഷ ഒരിക്കലും ആർക്കും സന്തോഷകരമാവുകയില്ലല്ലോ. അപ്പോൾ കപടവിശ്വാസികളായ ആളുകൾക്ക് അവസാനം ചെന്നെത്താനുള്ള സങ്കേതം എന്താണെന്നും അവരുടെ ഈ ചെയ്തികൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്തായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ബശ്ശിരിൽ മുനാഫിഖീൻ, അതുകൊണ്ട് തന്നെ കപടവിശ്വാസികൾക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ബി അന്ന ലഹും, നിശ്ചയമായും അവർക്കുണ്ട്, അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ. നരകത്തിൽ എവിടെയാണ് അവരുടെ സ്ഥാനമെന്ന് ഖുർആനിൽ ഒരായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിൽ. അസ്ഫല സാഫിലി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്തു തീനിൽ. അതാണ് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും താഴെ തട്ട്. അപ്പോൾ നരകം ഏറ്റവും താഴെ തട്ടിലാകുമ്പോഴാണ് ഏറ്റവും മോശമായ അവസ്ഥയിലുണ്ടാവുക. സ്വർഗത്തിലാണെങ്കിലോ ഏറ്റവും ഉന്നതമായ തട്ടാണ് ഏറ്റവും സുഖാനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടെയുള്ള ആളുകൾക്ക് വാരിപ്പൊതിയുക. അതാണ് ഏറ്റവും ഉന്നതമായ തട്ടാണ് അൽ ജന്നത്തുൽ ഫിർദൗസുൽ അഅല. അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പരമോന്നതമായ പറുദീസ. ഇനി അവരുടെ സ്വഭാവം ഒന്ന് വിശദീകരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. അവർ അല്ലദീന യത്തഖിദൂന, അവർ സ്വീകരിക്കുന്നവരാകുന്നു. ആരെയാണ് അവർ സ്വീകരിക്കുന്നത്? അൽ കാഫിരീൻ, അവിശ്വാസികളായ ആളുകളെ, കാഫിരീങ്ങളായ ആളുകളെ ഔലിയാ, ഉറ്റമിത്രങ്ങളായി അവർ സ്വീകരിക്കും. ആരെ ഒഴിവാക്കും? മിൻ ദൂനിൽ മുഅ്മിനീൻ. അപ്പോൾ ഇവരുടെ കൂട്ടും അവരുടെ ചങ്ങാത്തവും അവരുടെ സഹവാസവും അവരുടെ സഹകരണമൊക്കെ അധികം ആരുമായിട്ടായിരിക്കും? അവിശ്വാസികളുമായിട്ടായിരിക്കും. അതാണ് അവരുടെ സ്വഭാവം. മുനാഫിക്കുകളുടെ കാര്യം ആദ്യം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ വിശദീകരിച്ചു അല്ലേ? സൂറ അൽ ബഖറ ആദ്യം തന്നെ വിശ്വാസികളുടെ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിശ്വാസികളുടെ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുനാഫിഖീങ്ങളുടെ കാര്യമാണ്. ഖുർആനിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ വിശ്വാസികൾ, അവിശ്വാസികൾ, മുനാഫിക്കുകൾ, അൽ മുഅ്മിനൂന വൽ കാഫിറൂന വൽ മുനാഫിഖൂൻ, ഈ മൂന്ന് വിഭാഗത്തിനെ പറ്റി പ്രത്യേകം സൂറയും ഖുർആനിലുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ ഉണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വിശ്വാസികൾക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ ഗുണങ്ങളും യോഗ്യതകളും അവിടെ പറയുന്നത്. അതൊന്നും ആർക്കില്ല? അവിശ്വാസികൾക്ക് ഏതായാലും ഇല്ല. പക്ഷേ ഇവർ മുഅ്മിനുകളാ ഒപ്പം കൂടുകയും ചെയ്യും, റസൂലിൻ്റെ കൂടെ നിസ്കരിക്കാൻ വരും ചെയ്യും, റസൂലിൻ്റെ കൂടെ ഞങ്ങൾ നിങ്ങളൊപ്പാണെന്ന് പറഞ്ഞ് കൂടുകയും ചെയ്യും. എന്നാലോ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും ഇങ്ങനെ ദോഷകരമായിട്ടുള്ള നിലപാടുകൾ അവർ എടുക്കുകയും ചെയ്യുന്നതാണ്. നിസ്കാരത്തിൽ അവർക്ക് വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞാൽ എന്താണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ നല്ല ഭക്തരായിരിക്കും, ഖുശൂ ഉള്ളവരായിരിക്കും. എന്നാൽ മുനാഫിക്കുകളുടെ അവസ്ഥ എന്താ? അത് ഈ ആയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പഠിക്കാണ്ട്. നിസ്കാരത്തിൽ അവരുടെ അവസ്ഥ നേരെ മറിച്ചായിരിക്കും. നിസ്കരിക്കുവർ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ പള്ളിയിൽ ഒന്നാമത്തെ സുഫ് തന്നെ ആരുണ്ടാകും? ഒരു വന്നിരിക്കും. കൊടുതിൻ്റെ കാര്യം വരുമ്പോൾ, സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ വല്ലദീന ഹും ലി സക്കാത്തി ഫാഇലൂൻ, ആരാണ്? മുഅ്മിനീങ്ങൾ. കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും അവർ. എന്നാലോ ഇവരെ സ്വതക്ക കൊടുക്കണം പരിപാടി വരുമ്പോൾ, സക്കാത്തിൻ്റെ പരിപാടി വരുമ്പോൾ എന്ത് ചെയ്യും? അതിൽ നിസ്സഹകരിക്കും, വിട്ട് നിൽക്കും, കൊടുക്കൂല. ഇങ്ങോട്ട് കിട്ടാല്ലേ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങും, അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടി ആർക്കില്ല. ഈ മുനാഫിക്കുകളായ കപട വിശ്വാസികളായ ആളുകൾക്കുണ്ടാവുകയില്ല. അപ്പോൾ അവരുടെ കൂട്ട്, അവരുടെ ചങ്ങാത്തം ആരുമായിട്ടായിരിക്കും? എപ്പോഴും അവിശ്വാസികളുമായിട്ടായിരിക്കും. ഇതിലൂടെ വേറൊരു കാര്യം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. വിശ്വാസികളായ നമ്മൾ നമ്മുടെ ഈമാനിനെയും നമ്മുടെ ഇഖ്ലാസിനെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ധർമ്മബോധത്തെയും ഒക്കെ കാത്തി രക്ഷിക്കാൻ വേണ്ടി കൂടി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മുടെ സഹവാസം ആരുമായിട്ടായിരിക്കണമെന്ന് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നുണ്ട്. ഒരാൾ കുറേ താന്തോന്നികളായി ജീവിക്കുന്ന ആളുകളുടെ കൂടെ ഇങ്ങനെ സഹകരിച്ച് കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ആ സ്വഭാവം തന്നെ. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കൂട്ടുകെട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് നിലക്കാണെങ്കിലും എത്ര സമയമാണ് നമ്മൾ സഹകരിക്കുന്നത്, സഹായിക്കുന്നത് എന്നൊന്നുമല്ല അതിൽ വിഷയം. ഇവിടെ അവരുമായുള്ള പരിപൂർണമായ നിസ്സഹകരണം നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന ഒരു നിലപാടാണ്. അവരെ നിങ്ങൾ ആത്മമിത്രങ്ങളായി, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ആരെ? അവർ മുനാഫിക്കുകളുടെ സ്വഭാവം പറയുന്നത്. അല്ലദീന യത്തഖീദുനൽ കാഫിരീന ഔലിയാ,
അവരുടെ സുഹൃത്തുക്കളാരായിരിക്കും? അവിശ്വാസികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലപാട് നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല. വിശ്വാസികളെ അവർ ഒഴിവാക്കുകയും ചെയ്യും. വിശ്വാസികളെ അവർ ഒഴിവാക്കും. കൂട്ടുകെട്ടൊക്കെ അവരോടായിരിക്കും. അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ നേട്ടങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രം ആരുടെ കൂടെ കൂടും? നബിയുടെ കൂടെ കൂടും, വിശ്വാസികളുടെ കൂടെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ അവിശ്വാസികളുടെ കൂടെ കൂടിയിട്ടാണോ അവർ പ്രതാപം കൊതിക്കുന്നത് എന്നാണ്. അയ്യബ്തഗൂന, അവർ ആഗ്രഹിക്കുകയാണോ, കൊതിക്കുകയാണോ, ഇൻദഹും, അവരുടെ അരികിൽ. ആരുടെ അരികിൽ? ആരുമായിട്ടാണോ കൂട്ട്? അവിശ്വാസികളുമായിട്ടാണ് കൂട്ട്. അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് നിങ്ങൾക്ക് പ്രതാപം കിട്ടുമെന്നാണോ അവർ വിചാരിക്കുന്നത്? ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, പ്രതാപം ആരുടെ അരികിലാകുന്നു? അല്ലാഹുവിൻ്റെ അരികിലാകുന്നു. വലില്ലാഹിൽ ഇസ്സതു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇവിടെയുള്ള പ്രതാപം, ഇസ്സത്ത്, അത് അള്ളാഹുവിനാകുന്നു. അള്ളാഹു അസീസാണ്. അതേപോലെ തന്നെ ആർക്കാണ്? അള്ളാഹുവിൻ്റെ റസൂലിനാകുന്നു. പിന്നെ അള്ളാഹുവിൽ നിഷ്കളങ്കമായി വിശ്വസിച്ച പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികൾക്കുമാണെന്ത്? ഇസ്സത്തുള്ളത് എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ഇസ്സത വലില്ലാഹിൽ ഇസ്സ ജമീഅ, വലില്ലാഹിൽ ഇസ്സതു ജമീഅ. വല്ലവനും ഇസ്സത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൊതിക്കുന്നുവെങ്കിൽ ആർക്കാണ് ഇസ്സത്തുള്ളത്? എല്ലാ ഇസ്സത്തും ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതാണ് നിങ്ങൾ കൊതിക്കേണ്ടത്. അവരിൽ നിന്ന്, അവരുടെ കൂടെ കൂടിയിട്ട് ഇസ്സത്ത് ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ എല്ലാ രംഗത്തും അത് ശരിക്ക് പാലിക്കേണ്ടതാണ്. അപ്പോൾ ആത്മമിത്രങ്ങളായി ഒരിക്കലും ഇത്തരക്കാരായ കപടന്മാരെ, ഇത്തരക്കാരായ അവിശ്വാസികളായ ആളുകളെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. നസ്സല യുനസ്സിലു തൻസീൽ എന്ന് പറഞ്ഞാൽ എന്താ? അവതരിപ്പിച്ചു, ഇറക്കി. അള്ളാഹു ഇറക്കിയതാണ് ഇത്, ഈ വിശുദ്ധ ഗ്രന്ഥം. അതാണ് തൻസീലുൻ മിൻ അസീസിർ റഹീം, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിച്ചിട്ടുള്ളതാകുന്നു ഈ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല. പാപങ്ങൾ പൊറുക്കുന്നവനും പ്രതാപിയുമായ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്നതാകുന്നു. എന്താണ് അള്ളാഹു ഇറക്കിത്തന്ന വേദഗ്രന്ഥത്തിൽ, വേദപുസ്തകത്തിലുള്ളത്? അൻ ഇദാ സമിഅതും ആയാതില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ സന്ദർഭത്തിൽ അതിൽ അവിശ്വസിക്കുക. അതാണ് അൻ ഇദാ സമിഅതും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ, അതിൽ അവിശ്വസിക്കുന്ന ഒരവസ്ഥയും അത് പരിഹസിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിത്തീരുന്ന സന്ദർഭം വന്നാൽ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവിശ്വസിക്കപ്പെടുക, അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുക, അല്ലെങ്കിൽ അതിനെ പരിഹസിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ തഖഉദൂ മഅഹും, അത്തരക്കാരായ ആളുകളുടെ കൂടെ ഒരിക്കലും നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ട് അത് പരിഹസിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ അതിനെ ഇകഴ്ത്തുകയോ ഇടിച്ചു താഴ്ത്തുകയോ അപഹസിക്കുകയോ അത് അവിശ്വസിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ചുറ്റുപാടും എവിടെയുണ്ടോ
അതിൻ്റെ കൂടെ നിങ്ങൾ സഹകരിച്ച് കേട്ടിരിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളവിടെ ഇരിക്കാൻ പാടില്ല. അത്തരം ഒരു വേദിയിൽ തന്നെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ പങ്കാളികളാകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഹത്താ ഫലാ തഖഉദൂ മഅഹും ഫലാ തഖഉദൂ മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വർത്തമാനത്തിൽ അവർ മുഴുകുന്നത് വരെ. അത് അവസാനിപ്പിച്ച് വേറെ വർത്തമാനത്തിലേക്ക് അവർ പോകുകയാണെങ്കിൽ എന്തില്ല? പ്രയാസമില്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അപഹസിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന, അത് അവഗണിക്കപ്പെടുന്ന ഒരു സദസ്സിൽ പോലും നിങ്ങൾ പോയി ഇരിക്കാൻ പാടില്ല. അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അത്തരക്കാരുമായി നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. ഫലാ തഖഉദൂ മഅഹും എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. നമ്മൾ അങ്ങനെ പോയി ഇരിക്കുക എന്ന് വിചാരിക്കുക. അതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഇടയിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് പോവുക. നമ്മളായിട്ട് ഇടപഴകുന്ന ആൾക്കാരല്ലേ, നമുക്കായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ലേ, തൽക്കാലം ഇതിന് സഹിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇന്നക്കും ഇദം മിസ്ലുഹും, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ ഇതൻ അങ്ങനെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ മിസ്ലുഹും നിങ്ങൾ അവരെ പോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഖുർആനെ പരിഹസിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ, അതിൽ അവിശ്വസിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ, അതിനെ അവഗണിക്കുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് നിങ്ങൾ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു നിലപാടാണ്. കാരണം എന്താ? നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ആദർശത്തിനോടുള്ള കൂറും ഹൃദയംഗമമായ സ്നേഹവും വിശ്വാസികളായ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എന്നത് തന്നെയാണ്. അപ്പോൾ അത് ഒരു നിലക്കും അവഗണിക്കാൻ പറ്റാത്ത ഒന്നായി നമ്മുടെ ജീവിതത്തിൽ മാറണം എന്ന് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിസ്സഹകരണം ഏത് രൂപത്തിലൊക്കെ ആകാം. ഇപ്പോൾ ഗസ്സ അല്ലേ, ഗസ്സയിൽ നമ്മുടെ സഹോദരങ്ങൾ, പിഞ്ചുമക്കൾ, വയോവൃദ്ധരായ ആളുകൾ അനുഭവിക്കുന്ന തുല്യതയില്ലാത്ത നരകയാതനകൾ ലോകം മുഴുവൻ നോക്കിക്കാണ്. നമുക്കിപ്പോൾ എന്തായാലും ചെയ്യാൻ കഴിയാം? നേരിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നോ? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. ഒന്നാമത്തെ എന്താണ്? ഫൽയുഗയ്യിർഹു ബിയദിഹി എന്നാണ്. തൻ്റെ കൈകൊണ്ട് ആ അവസ്ഥ മാറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് ചെയ്യണമെന്നാണ്. സാധാരണ ഗയ്യറ യുഗയ്യിറു എന്നുള്ളതിന് നമ്മളാണ് പറഞ്ഞു പോകല് തടയണം എന്നാണ്. ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടയണം. കൈകൊണ്ടല്ലാത്ത തടയാൻ പറ്റുന്ന തെറ്റുണ്ട്. ഗയ്യറ എന്ന് പറഞ്ഞാൽ മനാ എന്നല്ല, തടഞ്ഞു എന്നല്ല അർത്ഥം. ഗയ്യറ യുഗയ്യിറു, തഗ്യീർ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥക്ക് മാറ്റം വരുത്തണം. എങ്ങനെ ആ അവസ്ഥക്ക് നമുക്ക് മാറ്റം വരുത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ വരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. അതായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഗസ്സയിലുള്ള അവസ്ഥക്ക് അങ്ങനെ നേരിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കേരളക്കരയിൽ ജീവിക്കുന്ന നമുക്കുണ്ടോ? ഇല്ല. ഒന്നാമത്തെ ഓപ്ഷൻ അതാ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. മുങ്കറായൊരു കാര്യമാണ് ഇവിടെ കാണുന്നത് എന്നതിൽ ആർക്കും സംശയമല്ല. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു പണി ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കിയ ബ്രിട്ടന് കൂടി എന്ത് ചെയ്തു? ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവിടെ ഇപ്പോൾ ഫലസ്തീൻ്റെ പതാകയൊക്കെ ഉയർത്തി. അങ്ങനെ ഓരോ രാഷ്ട്രങ്ങളും ഇങ്ങനെ വരികയാണ്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളൂ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അതെന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം, അല്ലേ? അങ്ങനെ തന്നെയെങ്കിലും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മൊത്തത്തിലുള്ളൊരു വികാരം അതിനെതിരിലുണ്ട് എന്നുള്ളതിൽ തൽക്കാലം ഒരു സമാധാനം അതിന് നമുക്ക് വകയുണ്ട് എന്ന് മാത്രം. രണ്ടാമത്തെ റസൂൽ പറഞ്ഞത് മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി വഇൻ ലം യസ്തതി ഫബിലിസാനിഹി. അതിനെതിൽ എന്ത് ചെയ്യണം? നമ്മൾ നാവ് കൊണ്ട് പ്രതികരിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ രാഷ്ട്രങ്ങളും, യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ഇപ്പോൾ അതിനെതിരെ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടാമത്തെ ഒരു ഘട്ടമാണ്.
നമ്മൾ അതിനെതിരിൽ എന്ത് ചെയ്യണം? നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കണം. അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ അവസ്ഥയാണ് എന്ത്? വഇല്ലം യസ്തതി ഫബി ഖൽബിഹി, മനസ്സുകൊണ്ടുള്ള വെറുപ്പ്. ഇത്തരം മുങ്കറായ കാര്യങ്ങൾക്കെതിരെ ഒരു വിശ്വാസിക്കുണ്ടാകും. എത്ര വലിയതാണെങ്കിലോ ചെറുതാണെങ്കിലും. മുങ്കറാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? പരിപൂർണമായ നിസ്സഹകരണം. അതിനെ സഹായിക്കാൻ പാടില്ല, അതിനെ ലൈക്ക് ചെയ്യാൻ പാടില്ല, ഡിസ്ലൈക്ക്. കേട്ടോ, ഈ കാര്യങ്ങൾക്ക് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സുകൊണ്ടുള്ള വെറുപ്പെന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകണം. മനസ്സുകൊണ്ടുതാ അതൊക്കെ അപ്പോൾ അവിടെ നടന്നോട്ടെ, നമ്മളിപ്പോൾ എന്തായാലും എന്നുള്ള നിലപാടെടുക്കരുത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ മനസ്സുകൊണ്ട് തന്നെയെങ്കിലും ഇത്തരം പൈശാചികമായ ചെയ്തികളെ വെറുത്തിട്ടില്ല എങ്കിൽ അവന് മനസ്സിൽ ഈമാനില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ വെറുപ്പുണ്ട് എന്നുള്ളത് ഫദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ ഒരവസ്ഥയാണിത്, ഈ മാനസികമായ വെറുപ്പ്. അപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ നിലവിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഏതേത് സംഭവങ്ങളാണെങ്കിലും ഇപ്പോൾ കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ ഇടിച്ചു താഴ്ത്തുന്ന, ഇസ്ലാമിനെ അവഗണിക്കുന്ന, ഇസ്ലാമിനെ അപഹസിക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന പ്രവാചകനെതിരിൽ അല്ലേ, ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. ഐ ലവ് മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടില്ലേ? ഇന്ത്യൻ പാർലമെന്റിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിശേഷണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു പാർലമെന്റ് മെമ്പർ അത് പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരെങ്കിലും ശ്രദ്ധിച്ചില്ലേ? പ്രവാചകന്റെ ഏതേതൊക്കെ പേരുകൾ, വിശേഷണങ്ങൾ, അതൊക്കെ പ്രവാചകൻ്റെതാണോ എന്നുള്ള വേറെ സംഗതിയാണ്. എന്നാലും അദ്ദേഹം തൻ്റെ വികാരം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. കാപ്പട്യം ഇസ്ലാമിനെതിരിലാണ് എല്ലാവരും തിരിയുന്നത്. മറ്റുള്ളവർക്കൊരു പ്രശ്നം വല്ലാതല്ല. കാരണം എന്താ? സത്യമായും യാഥാർത്ഥ്യമായും അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ ഈ ദീൻ ഇതേപോലെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഒരു കാലത്തും എല്ലാവരും അതിന് പൂമത്തെ വിരിച്ചൊരുക്കി തന്ന് വരൂ എന്ന് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് എന്താണ് ഉണ്ടായിട്ടുള്ളത്? എപ്പോഴും എതിർപ്പുകളായിരിക്കും, പരീക്ഷണങ്ങളായിരിക്കും, പ്രതിസന്ധികളായിരിക്കും. അതിനെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഈ ദീൻ ജൈത്രയാത്ര നടത്തും. അതിൻ്റെ കൂടെ ക്ഷമാപൂർവം ത്യാഗസന്നദ്ധതയോടുകൂടി നിലയുറപ്പിക്കുന്ന ആളുകളാണ് ആര്? അവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയും. അവരാണ് വിശ്വാസികൾ. അങ്ങനെ നിഷ്കളങ്കമായ ഈമാൻ നെഞ്ചേറ്റി മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. അപ്പോൾ സുഹബത്ത് ആരോടായിരിക്കണം എന്ന് കൂടി ഇതിലൊരു പാഠമുണ്ട്. അങ്ങനെയുള്ള സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആളുകളുമായി നിങ്ങൾ കൂട്ടുകെട്ടാൻ പാടില്ല. പിന്നെ ആരുമായിട്ടാണ്? ഏറ്റവും നല്ല സ്വഭാവമുള്ള, ശീലങ്ങളുള്ള, പെരുമാറ്റങ്ങളുള്ള വിശ്വാസികളുമായി അധികം സഹവസിക്കാനാണ് നമ്മൾ സാഹചര്യവും സന്ദർഭവും ഒരുക്കേണ്ടത് എന്നാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ എത്ര ഫ്രണ്ട്സാണ് ഉള്ളത് അല്ലേ? ഫേസ്ബുക്കോ ഇതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ സുഹൃവലയങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എത്രയായിരുന്നു? ഒരു 10 കൂടെ പഠിച്ച ആൾക്കാർ, ഒരു അയൽവക്കക്കാർ, നാട്ടുകാർ, പരിചയക്കാരൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. കുറേ ദൂരത്തുള്ള ആളുകൾ നമ്മുടെ ഫ്രണ്ട്സാണ്. നമ്മുടെ നാട്ടിലല്ല, രാജ്യത്തല്ല, മറുരാജ്യങ്ങളിലെ ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സുകളായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരുമായൊക്കെ ഇങ്ങനെ ഏത് നിലയിലാണെങ്കിലും, അത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ നല്ലവരുമായിട്ടായിരിക്കണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. ഇങ്ങനെയൊന്നുമുള്ള നിസ്സഹകരണം നിങ്ങളിൽ നിന്നില്ല എങ്കിൽ, അതാണ് ഖുർആൻ അവസാനം പറഞ്ഞു വെക്കുന്നത്, ഇന്നക്കും ഇദം മിസ്ലുഹും, നിശ്ചയമായും നിങ്ങളും
അവരെ പോലെ ആയിരിക്കും. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കീങ്ങളെയും അതേപോലെ തന്നെ കാഫിറുകളെയും ഒക്കെ ജഹന്നമിൽ ഒരുമിച്ച് കൂട്ടുന്നവനാകുന്നു എന്നാണ് പറയുന്നത്. ഇനി അവരുടെ മറ്റൊരു സ്വഭാവം പറഞ്ഞുതരാം. ഒരു സ്വഭാവം പല നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അല്ലദീന യതറബ്ബസൂന ബികും ഫഇൻ കാന ലക്കും ഫത്ഹും മിനല്ലാഹി ഖാലൂ അലം നകും മഅകും وإن كان للكافرين نصيب قالوا ألم نستحوذ عليكم ونمنعكم من المؤمنين فالله يحكم بينكم يوم القيامة ولن يجعل الله للكافرين على المؤمنين سبيلا. അവർ പതിയിലെന്ന് കാത്തിരിക്കുന്ന ആളുകളാണ്. അല്ലദീന യതറബ്ബസൂന, തറബ്ബസ യതറബ്ബസു എന്ന് പറഞ്ഞാൽ ഇൻതളറ യൻതളിറു. അല്ലദീന യൻതളിറൂന, അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. അപ്പം നിങ്ങളുടെ സ്ഥിതിഗതികളെ ജാഗ്രതയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ആര്? മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ. അപ്പോൾ നമ്മുടെ ഓരോ നീക്കങ്ങളും നമ്മുടെ വളർച്ചയും നമ്മുടെ തളർച്ചയും ഒക്കെ ആര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്? അല്ലദീന യൻതളിറൂന മാ യഹ്ദുസു മിൻ ഖൈരിൻ ഔ ശർ. നിങ്ങൾക്ക് എന്ത് നന്മയാണ്, നേട്ടമാണ് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് എന്ത് കോട്ടമാണ്, എന്ത് വീഴ്ചകളാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ അവരിങ്ങനെ പേർത്തും ജാഗ്രതയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്. അതാണ് തറബ്ബുസ് എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു ഇനി വിശദീകരിക്കുന്നത്. അല്ലദീന യതറബ്ബസൂന ബികും ഫഇൻ കാന ലക്കും ഫത്ഹും മിനല്ലാഹ്. ഇനി നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു വിജയം കൈവന്നാൽ, ഫതഹ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയം. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് ശരിക്കും. ഫത്ത് എന്നൊക്കെ പറയുന്നില്ലേ? ഫതഹ മിഫ്താഹാണ്. എന്ത് താക്കോലിന് എന്താ പറയാ? ഫതഹ, തുറന്നു. അപ്പോൾ തുറവിയാണ് ശരിക്കും വിജയം എന്ന് പറയുന്നത്. ഒരു തുറവി കിട്ടി എന്ന് പറയുന്നില്ലേ? ഇസ്ലാമിക വിജയങ്ങൾ അതിൻ്റെ ചരിത്രത്തിലും പുസ്തകത്ത് അൽ ഫുതൂഹാത്തുൽ ഇസ്ലാമിയാണ്. ഇസ്ലാമിന് ലഭിച്ചിട്ടുള്ള തുറവികൾ, വിജയങ്ങൾ. അതാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു. ഫത്ത് എന്ന് പറഞ്ഞാൽ വിജയം, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ. അതാണ് ഇവിടെ ഫഇൻ കാന ലക്കും ഫത്ഹും മിനല്ലാഹ്. അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള വല്ല വിജയവും നിങ്ങൾക്ക് വന്നാൽ ഖാലൂ, അപ്പോൾ ആരോടിയെത്തും? മുനാഫിക്കുകൾ ഓടി വന്ന് പറയും അലം നകും മഅകും. ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നില്ലേ? കാരണം ഇപ്പം എന്ത് വന്നു? വിജയം വന്നു. ഇങ്ങനെയുള്ള സൈനിക നീക്കങ്ങളിലൊക്കെയുള്ള വിജയങ്ങളാണെങ്കിൽ അവർക്ക് സമരാർജിത സമ്പത്ത് കൈവന്നിട്ടുണ്ടാകും അവരുടെ അരികിൽ, വിശ്വാസികളുടെ അരികിൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഓഹരി വേണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളോടൊപ്പം വരും. വഇൻ കാന ലിൽ കാഫിരീന നസീബുൻ. ഇനി കാഫിറുകൾക്കാണ്, അവിശ്വാസികൾക്കാണ് ഇതേപോലെ എന്തെങ്കിലും നേട്ടം കൈവന്നിട്ടുള്ളത് എങ്കിൽ, നസീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഹരി, വല്ല ഓഹരിയും വല്ല വിഹിതവും വല്ല നേട്ടവും ഇനി അവിശ്വാസികൾക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർ എന്ത് പറയും? ഖാലൂ അലം നസ്തഹ്വിദ് അലൈക്കും. അപ്പോൾ എന്ത് പറയും? ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടില്ലായിരുന്നു എന്ന് അവരോടും
പറയും. ഇസ്തഹവദ അൽ ഇസ്തിഹ്വാദ് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തീലാ അല ശൈഇ വത്തമക്കുന്ന, സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടില്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നേട്ടം ഉണ്ടായത്. അപ്പോൾ ആരെ കൂടെ കൂടും? അവരുടെ കൂടെ കൂടും. വനംനഅകും മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? തടയുകയും ചെയ്തിരുന്നു, പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞ് അവരുടെ കൂടെ കൂടി, അവിശ്വാസികളുടെ കൂടി അവരുടെ കയ്യിൽ നിന്നുള്ള നേട്ടങ്ങളും അവർ വാരിക്കൂട്ടും. എന്നാൽ ഫല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിൽ നിങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നതാകുന്നു. അപ്പോൾ സത്യനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും സ്വഭാവങ്ങൾ എങ്ങനെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. വലൻ യജ്അലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന സബീലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കെതിരിൽ ഒരിക്കലും സത്യനിഷേധികൾക്ക് വഴി ഒരുക്കി കൊടുക്കുന്നതല്ല. വിശ്വാസികൾക്കുള്ള സഹായവും സംരക്ഷണവും അവിശ്വാസികൾക്കെതിരിലും കപടവിശ്വാസികൾക്കെതിരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും കൈക്കൊള്ളുന്നതാകുന്നു എന്ന ഒരു സമാധാനത്തിൻ്റെ വാക്കോടുകൂടിയാണ് ഈ പ്രസ്താവന അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. വലൻ യജ്അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഉണ്ടാക്കി വെക്കുകയില്ല, ലിൽ കാഫിരീൻ അവിശ്വാസികൾക്ക്, അലൽ മുഅ്മിനീന വിശ്വാസികൾക്കെതിരിൽ, സബീല അവർക്ക് സൗകര്യപ്പെടുന്ന ഒരു വഴിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുകയില്ല എന്നാണ് ഈ ആയത്തിൻ്റെ സമാപനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. ഇനിയും നോക്കൂ, മുനാഫിക്കുകളുടെ മറ്റൊരു സ്വഭാവത്തെ കൂടിയാണ് ഇവിടെ വിശദീകരിച്ചിരുന്നത്. അപ്പോൾ അവരുമായി സഹവസിക്കരുതെന്നും അവരുമായി ഇടപഴകരുതെന്നും അവരുടെ സംസാരത്തിൻ്റെ ആ വശ്യതയിൽ നിങ്ങൾ ഒരിക്കലും വീണു പോകരുതെന്നൊക്കെ സൂറ മുനാഫിക്കിങ്ങളെ പ്രത്യേകം പറയുന്നുണ്ട്. അവരുടെ സ്വഭാവം ഇങ്ങനെ പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, അവരെ കാണുകയാണെങ്കിൽ നബിയെ, നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ തന്നെ അവരുടെ ശരീരങ്ങളൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തി കളയുന്നതാണ്. അങ്ങനെ നല്ല ആളുകളാണ് ആര്? കാണാൻ നല്ല ചേലും ശക്തിയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവരെങ്ങാനും സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിലോ നിങ്ങൾ അവരുടെ വാക്ക് കേട്ടിരുന്നു പോകും. തസ്മഅ ലിഖൗലിഹിം, വർത്താനത്തിൽ വീണു പോവും, വർത്താനം പറഞ്ഞ് വീഴ്ത്തും എന്നൊക്കെ പറയുന്നില്ലേ ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ. അല്ലാണ്ട് അകപ്പെട്ടു പോകും, അതാണ് അധികം നേരം അവിടെ ഇരിക്കേണ്ടതെന്നും പറഞ്ഞത്. അത്തരം സദസ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പോകണം. അവർ വേറെ വർത്താനം പറയുകയാണെങ്കിലും ഒക്കെ റസൂലിനെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള വർത്താനങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടതാണ്. വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവർ ഏതുപോലെയുണ്ടെന്നോ കഅന്നഹും ഖുശുബും മുസന്നദ, ചാരി വെക്കപ്പെട്ട മരത്തടികളെ പോലെ ഉണ്ട് അവർ. കാണാം കേട്ടോ, എമ്പാടുണ്ടാകും. ഇതൊക്കെയാണ് അവരുടെ സ്വഭാവം. എന്നാൽ അവരുടെ അവസ്ഥ പറയുന്നു, യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം. സ്വൈഹ എന്ന് പറഞ്ഞാൽ എല്ലാ ശബ്ദവും, ഒച്ചയാണെന്ത്? സ്വൈഹ. എല്ലാ ശബ്ദവും അവർക്കെതിരിലാണെന്നാണ് അവരുടെ വിചാരം. എവിടുന്നെങ്കിലും ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും എതിരിൽ പറയാണോ, അപ്പുറത്ത് എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കെതിരിൽ പറയാണോ എന്നായിരിക്കും ആര് വിചാരിക്കുക? നമ്മുടെ വിശ്വാസികൾ വിചാരിക്കുക. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എന്ത് ശബ്ദങ്ങളും തങ്ങൾക്കെതിരിലാണ് എന്നായിരിക്കും അവരുടെ വിചാരം.
അപ്പോൾ അത്തരക്കാരായ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുമായുള്ള സഹവാസം ഒഴിവാക്കണം. ഇനി നോക്കൂ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. നിശ്ചയമായും കപടവിശ്വാസികൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ബക്കറുടെ ആദ്യത്തിൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെ പരിഹാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അള്ളാഹുവിനെ പരിഹസിക്കുക, അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ വഹുവ ഖാദിഉഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എന്ത് ചെയ്യുന്നു? അവരെ വഞ്ചിക്കുകയാണ്. ഇനി അവിടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ നോക്കൂ. നിസ്കാരത്തിന് പള്ളിയിലുണ്ടാകും ആര്? അവിടെ വിശ്വാസികൾ പള്ളിയിൽ വരും. കാരണം മുസ്ലിങ്ങളുടെ കൂടെയായിരിക്കും, അവിടുന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയായിരിക്കും ഒപ്പം കൂടുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്തിനാണെന്നോ, റസൂലിൻ്റെ കാലത്ത്, ആദ്യകാലത്ത് കപടവിശ്വാസികൾ ആരാണെന്ന് റസൂലിന് തന്നെ അറിയില്ലായിരുന്നു. പിന്നെ അവസാനം എന്ത് ചെയ്തു? അവരെ കൊണ്ടുള്ള ശല്യം അത് വർദ്ധിച്ചു വന്നപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് കൃത്യമായി വഹയിലൂടെ അറിയിച്ചു കൊടുത്തു. എന്നിട്ട് ചില ആളുകളുടെ പേര് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ ഫുലാനുൻ മുനാഫിഖ്, ഫുലാനുൻ മുനാഫിഖ് എന്ന് പറഞ്ഞു, ഇന്ന ആൾ കപടവിശ്വാസിയാണ്, ഇന്ന ആൾ കപടവിശ്വാസി. അപ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്? അപ്പോൾ പിന്നെ എല്ലാവർക്കും ബേജാറായി. സദസ്സിലെ നബി ഇങ്ങനെ പറയാണ് പരസ്യമായി, നിന്റെ പേര് അതിൽ വരുമോ റബ്ബേ? എല്ലാവർക്കും ബേജാറാകുന്നൊരവസ്ഥ ഉണ്ടായി. പിന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി കുറച്ച് ആളുകളുടെ പേര് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രഖ്യാപിക്കാറുണ്ട്. അപ്രഖ്യാപിതരാണവർ. സന്ദർഭത്തിനനുസരിച്ച് എന്ത് ചെയ്യും? അപ്പോൾ കുറച്ചൊക്കെ ഒരു ജാഗ്രത ഈ വിഷയത്തിൽ അവർക്ക് ഉണ്ടായി, കൈവന്നുവെന്നാണ്. ആ അപ്രഖ്യാപിതരായ ആളുകളെക്കുറിച്ചുള്ള വിവരം പിന്നെ റസൂൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, സാഹിബു സിദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഇനി ഇവരൊക്കെ മുനാഫിക്കീങ്ങളാണ്, ആരോടും പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാരുടെ നിർദ്ദേശമായിരുന്നു? റസൂലുള്ളാഹിൻ്റെ നിർദ്ദേശമായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. പ്രവാചകൻ മരിച്ചിട്ടും എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. മുനാഫിക്കീങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള ആയത്ത് ഖുർആനിൽ വന്നു കേട്ടോ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് എന്ത് ചെയ്തു? മുനാഫിക്കീങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാതെ പിന്തിരിഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷവും ആരാണ് മുനാഫിക്ക് എന്ന് അറിയാത്ത കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സഹാബത്ത് എന്ത് ചെയ്യുന്നു? മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ആരുടെ സാന്നിധ്യമാണ് എല്ലാവരും തരിക മയ്യത്ത് നിസ്കരിക്കാൻ? ആരുടെ സാന്നിധ്യം തരയും? ഹുദൈഫ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ടോ? സമാധാനമായി അവർക്ക്. ആരല്ല ആള്? മരിച്ച ആളാരല്ല? മുനാഫിക്കല്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്നിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത പേരുകൾ ഹുദൈഫ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിസ്കാരം, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. വഇദാ ഖാമൂ ഇലസ്സലാ, നമസ്കാരത്തിന് അവർ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അലസരായിക്കൊണ്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അലസരായി മടിയരായി കോട്ടുവായിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നിൽക്കുന്നവർ ആരുടെ ലക്ഷണമാണ് ശരിക്കത്? നമ്മൾ പേടിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉന്മേഷത്തോടുകൂടി, സക്കീനത്തോടുകൂടി, വഖാറോടുകൂടി പോകണമെന്നാണ്. അലൈക്കും ബിസ്സക്കീന വൽ വഖാർ. ഓടിക്കളിച്ച് അവിടെ ചെന്ന്
നിസ്കരിക്കാൻ പാടില്ല. ഓടി വന്ന ആൾക്കാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയില്ലേ? നമ്മളറിയാവുന്ന ചില സൂറത്തുകളാണ് ഇമാമ് ഓതുന്നതെങ്കിൽ തീരാനായിട്ടുണ്ട് ഞാൻ ചെല്ല്, എന്നിട്ട് അല്ലാഹു അക്ബർ. ഈ സംഗതി പാടില്ല. നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാണ്ട് റസൂൽ പറഞ്ഞെന്താണ്? അങ്ങനെ ഒരു സഹാബി ചെയ്തേ. നബിൻ്റെ കാലത്തുണ്ടായ സംഗതികളാണിത്. അവിടേക്ക് ഇത് ഞാൻ പറയട്ടെ, റക്കാത്ത് കിട്ടുമോ എന്ന് പറയാം. റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് ഒരാൾ ചെന്ന് അപ്പോൾ പള്ളിയിലേക്ക് കയറിയപ്പോഴേക്കും റസൂൽ എന്ത് ചെയ്തു? റുക്കൂഴിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അയാൾ പള്ളിൻ്റെ വാതിൽ പടിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? അല്ലാഹു അക്ബർ എന്നോ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ സുഫിലെത്തിയിട്ടുണ്ടോ? ഇല്ല, അവിടുന്ന് തന്നെ ഗേറ്റിങ്ങിൽ നിന്ന് തന്നെ മുപ്പര് റുക്കൂയിലേക്ക് പോയി പിന്നെ ഇങ്ങനെ നടന്നു പോകുക. സഫക്ക് ഇതുണ്ടായ സംഗതി ഹദീസിൽ പറയുന്നുണ്ട്. എന്തൊരു തിരക്ക്. പിന്നെ നടന്ന് ഒരാൾ അടുത്ത് നിൽക്കുന്ന ആൾ ഇവിടുന്ന് അത് വരുന്നത് റുക്കൂലൊരാൾ വന്നിട്ട് സൊഫിൽ നിൽക്കുക. സലാം വീട്ടിയതിന് ശേഷം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലിനോട് വിളിച്ചു. അന്നൊക്കെ നേർക്ക് നേരെ സംഗതി തീർക്കുമല്ലോ, പിന്നൊക്കെ വെക്കൂല. റസൂലല്ലേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് റസൂലേ. അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണിത്? എന്നാൽ നിസ്കാരത്തിന് നിങ്ങൾ സാവകാശം വരണം, സാവധാനത്തിൽ വരണം. അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് ഇബാദത്തിനാണ് വരുന്നത്. നിങ്ങൾക്കൊരു ഗൗരവം ഉണ്ടാകണം. അലൈക്കും ബിസ്സക്കീന വൽ വഖാർ. നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇമാമിൻ്റെ കൂടെ കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, ബാക്കി വരുന്നത് നിങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ തിരക്കൂട്ടി വരണ്ട, സാവകാശം വന്നിട്ട്. അപ്പോൾ അതാണ് നിസ്കാരത്തിന് വരുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല ഉന്മേഷം ഉണ്ടായിരിക്കണം. ആരുമായിട്ടുള്ള അഭിമുഖത്തിനാണ്, ഇൻ്റർവ്യൂവിനാണ് നമ്മൾ പോണത്? അള്ളാഹുമായിട്ടുള്ള ഇൻ്റർവ്യൂവിനല്ലേ പോകുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ മുനാജാത്തുൽ അബ്ദി ലി റബ്ബിഹി, ഒരടിമ തൻ്റെ റബ്ബിനോട് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ്. സൂറ ഫാത്തിഹ നമ്മളിങ്ങനെ ഓതുമ്പോൾ ആ ഓരോ ആയത്തിനും അള്ളാഹ് നമുക്ക് മറുപടിയും കൂടി പറയുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ പറയണതിന് പഠിച്ചു അങ്ങോട്ടും പറയുന്നുണ്ടേ. അതാണ് അഭിമുഖ സംഭാഷണം എന്ന് പറയുന്നത്. സൂറത്ത് ഓരോ ആയത്തും നമ്മൾ ഓതുമ്പോൾ എന്താണ് ഓതുന്നത്? ഇമാം ഓതുന്നത് കേൾക്കുമ്പോൾ അള്ളാഹു നമ്മോട് ഇങ്ങനെ സംവദിക്കുകയാണ്. അള്ളാഹിൻ്റെ കലാമല്ലേ? അള്ളാഹ് എന്താണ് നമ്മൾ പറയുന്നത്? അത് നിസ്കാരത്തിൽ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അതാണ് നിസ്കാരം. അപ്പോഴാണ് ഖുശൂ ഉണ്ടാകുക. നമ്മുടെ റുക്കൂഉം സുജൂദും അടക്കവും അനക്കവും ഖിയാമും ഒക്കെ ഹൃദയംഗമമായിട്ടായിരിക്കണം. ഇവരാണെങ്കിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്? ഖാമു കുസാല, അലസരായി. എന്തൊരു ചൂട്, എവിടെ ഫാന്? അപ്പോൾ ഫാനിലോടുത്ത് പോയിക്കോ, അവിടെ സൊഫും കൂടി മുഴുവനായിട്ടുണ്ടാവും. എവിടെ ചുമര്? ചാരാന്. ഇതൊക്കെ ആരുടെ സ്വഭാവം? ചാരി നിൽക്കുക, അലസരായി നിൽക്കുക, മടിയരായി നിൽക്കുക അല്ല. നമ്മളൊരു ഇൻ്റർവ്യൂവിന്, വേറെ ദുനിയാവിലൊരു ഇൻ്റർവ്യൂവിന് പോകുക. എങ്ങനെയാണ് പോവുക? ഏറ്റവും നല്ല ഡ്രസ്സിട്ട്, ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ധരിച്ച്, പെർഫ്യൂമൊക്കെ പുരട്ടി, അല്ലേ? അങ്ങനെയല്ല പോവുക. അത് അള്ളാഹിൻ്റെ പള്ളിക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ആൾക്കാർ കൂടുന്ന സ്ഥലമാണ്. നിങ്ങൾ അത്രയൊക്കെ പൂശണം, സുഗന്ധമൊക്കെ ഉപയോഗിക്കണം. മലക്കുകൾക്ക് വരെ ഇഷ്ടമുള്ളതാണെന്ത്? സുഗന്ധം. മനുഷ്യന്മാർക്ക് അലോസരം ഉണ്ടാക്കുന്ന എല്ലാ ഗന്ധവും ആർക്കും അലോസരം ഉണ്ടാക്കും? മലക്കുകൾക്കും അലോസരം ഉണ്ടാക്കും. ഈ സദസ്സിലൊക്കെ ഇപ്പോൾ മലക്കുകളുടെ സാന്നിധ്യമില്ലേ? നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? നമ്മളറിയാതെ എന്തൊക്കെ സംഗതി നടക്കുന്നത്, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. അറിയാതെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് അലോസരം ഉണ്ടാക്കുന്ന ഒരു സംഗതിയും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പള്ളിക്ക് പോകുമ്പോൾ എന്നാണ്. ഉള്ളി നിന്ന് പോകാൻ പാടില്ല എന്ന് റസൂൽ വെറുതെ പറഞ്ഞത്. ഉള്ളിക്കൊരു ഗന്ധം ഉണ്ടാവില്ലേ? അത് നിന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ സുഗന്ധം പൂശണം എന്ന് പറഞ്ഞു. റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഇതായിരുന്നു എന്ത്? സുഗന്ധം, തീബ് ആരെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവൻ ഉപയോഗിച്ച് തീർക്കും റസൂൽ. 3 കാര്യങ്ങൾ കിട്ടിയത് പിന്നെ സ്വന്തം ഉപയോഗിച്ചിരുന്നു. ഒന്ന് തീബ്, മറ്റൊന്ന് പാല്, പിന്നെ തലയണ.
മറ്റെന്ത് റസൂലിന് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കും. റസൂലും കുറച്ച് അതിൽ നിന്ന് ഉപയോഗിക്കും. പാലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കും, വെള്ളം കൂട്ടി കുടിക്കും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. തലേണ ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും വരുമ്പോഴേ അവിടെ വിരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനോ ഒന്ന് ചാരാനോ ഒന്ന് കൈകുത്താനോ ഒക്കെ ഉള്ള സംഗതി ആ റസൂൽ അത് വീട്ടിൽ എടുത്തു വെക്കും എന്നൊക്കെ പറയുന്നു. അതിൽ ഏറ്റവും കൂടുതൽ റസൂലിന് ഇഷ്ടമുള്ളതായിരുന്നു എന്ത്? സുഗന്ധം. അപ്പോൾ ഇതൊക്കെ പൂശിയാണ് ആൾക്കാർ കൂടുന്നിടത്ത് ഇങ്ങനെ നമ്മൾ പോകേണ്ടത്. അതിനാണ് നമ്മൾ പണം ചെലവഴിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അപ്പോൾ നിസ്കാരത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യുക? ഒരുങ്ങി തന്നെ പോവുക. ഡ്രസ്സൊക്കെ മുഷിഞ്ഞൊന്നും ആകാതിരിക്കാൻ ഒന്ന് വേണമെങ്കിൽ പെർഫ്യൂമൊക്കെ ഒന്ന് അടിച്ചിട്ട് പോകണം. പള്ളിയിലേക്ക് വരുമ്പോൾ അങ്ങനെയാകണം. ഒരു ഒരുങ്ങി പോകണം. പഠിച്ചോനായിട്ടുള്ള സംസാരത്തിനാണ് മടി ഉണ്ടാകരുത്. മാത്രമല്ല യുറാഊനന്നാസ്, അവരാരെ കാണിക്കാനാണ് പള്ളിയിൽ വരുന്നത്? കപട വിശ്വാസികൾ ആരെ കാണിക്കാനാണ്? ആരൊക്കെ ഇന്ന് കാണുന്നില്ലേ? എവിടെയെങ്കിലും സെൽഫി അന്നുണ്ടെങ്കിൽ സെൽഫിയൊക്കെ എടുത്ത് വിടും അല്ലേ പള്ളിയിൽ നിന്ന്. ഇന്നത്തെ എല്ലാം ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് വിടുകയാണ്. നമ്മൾ ആരെ കാണിക്കാനാണ് പോകേണ്ടത്? അള്ളാഹിൻ്റെ കാഴ്ചയിൽ നമ്മൾ പെടണം. ആ ക്യാമറയിൽ നമ്മളുണ്ട് എന്ന് ഉറപ്പാക്കാൻ നമ്മൾ പോകണം. വേറെ ആരും കാണണോ അല്ലേ എന്നില്ല, നമുക്കൊരു വിഷയമല്ല. യുറാഊനന്നാസ. പിന്നെ രണ്ട് കാര്യങ്ങളായില്ലേ? മൂന്നാമത്തെ കാര്യം, കപടവിശ്വാസികളുടെ നമസ്കാരത്തിലുള്ള ഈ 3 കാര്യങ്ങളും നമ്മുടെ നമസ്കാരങ്ങളിലോ ആരാധനകളിലോ വരാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യുറാഊനന്നാസ്, നമ്മൾ ജനങ്ങളെ കാണിക്കാനല്ല, അള്ളാഹിനെ കാണിക്കാൻ വേണ്ടിയാണ് എന്ന് ഉറപ്പുണ്ടാകണം. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അള്ളാഹിനെ നിസ്കാരം ഇപ്പോൾ 5 മിനിറ്റുള്ള നിസ്കാരമാണെന്ന് വിചാരിച്ചോളൂ. അതിൽ കുറച്ച് മാത്രമേ അവർ അള്ളാഹിനെ ഓർക്കും. ഇപ്പോൾ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ ഒരു ഓർമ്മ ഉണ്ടാവില്ലേ തുടക്കത്തിലൊക്കെ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഓർക്കും, കുറച്ച് സമയം. ഖലീൽ. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. പിന്നെ ആ സലാം കിട്ടുമ്പോൾ ഒരു നട്ടലുണ്ടാവും. അതുവരെ വേറെ എന്തെങ്കിലും കാര്യം ഓർക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ നിസ്കാരത്തെക്കുറിച്ച് നല്ലൊരു പരിശോധന നമ്മൾ നടത്തണം. ഖലീൽ എന്നുള്ളത് എന്താക്കി മാറ്റണം? കസീർ. എന്താക്കി മാറ്റണം? കസീർ. ചിലപ്പോൾ മനസ്സങ്ങോട്ടൊക്കെ പാറിപ്പോകും, പതറിപ്പോകും. പക്ഷെ എന്നാലും എൻ്റെ നിസ്കാരത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം, ഏകാഗ്രത ഉണ്ടാകണം. 2 റക്അത്താണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വിട്ടുന്നത് വരെ ഇല്ല റബ്ബേ, ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിലും ഇല്ല, പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള കുറച്ച് സമയം മാത്രമേ അള്ളാഹിനെ നിസ്കാരത്തിൽ ഓർക്കുകയുള്ളൂ എന്ന്. മുഅ്മിനീങ്ങളുടെ നിസ്കാരത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരാണ് മുഅ്മിനീങ്ങൾ. ഇവരോ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. വളരെ കുറച്ചല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നില്ല നിസ്കാരത്തിൽ. അപ്പോൾ അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളിലെ വീഴ്ചകളും പോരായ്മകളും അവൻ പരിഹരിച്ച് നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ ومن يضلل الله فلن تجد له سبيلا. ذبذب يذبذب. അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലേ? ആ ചില വേർഡുകൾ അങ്ങനെയാണ്. അത് വായിക്കുമ്പോൾ തന്നെ അർത്ഥം അങ്ങനെ മനസ്സിലേക്ക് വരും. ആ വേർഡ് എന്താണ്? ذبذب يذبذب എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആടിക്കളിക്കുകയാണ്. ذبذب يذبذب. അങ്ങനെ ആടിക്കളിക്കുന്നവൻ, ചാഞ്ചാടുന്നവനാണ് ആര്? മുസബ്ദിബ്. ദബ്ദബ യുസബ്ദിബ് മുസബ്ദിബ് മുസബ്ദബീന ബൈന ദാലിക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കളിക്കുന്ന മനസ്സുള്ളവരാണ് ആര്? മുനാഫിക്കുകൾ. മുഅ്മിനിന്റെ മനസ്സെന്തായിരിക്കും? ഉറച്ച മനസ്സായിരിക്കും. ഈമാനിൽ സുമ്മ ലം യർതാബു എന്ന് പറഞ്ഞില്ലേ?
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. പിന്നീട് അവർക്ക് ഒരു കാര്യത്തിലും എന്തില്ല, സംശയം തന്നെ ഇല്ല, ഉറപ്പാണത്. ഏത് കാര്യവും അങ്ങനെ ദൃഢമായ ബോധ്യത്തോടെ ഉറച്ച വിശ്വാസത്തോടെ ഉൾക്കൊള്ളുന്നവനാകണം ആര്? മുഅ്മിൻ. അങ്ങനെയാകുമോ? ഇല്ല. അതാരുടെ സ്വഭാവമാണ്? മുനാഫിക്കിൻ്റെ സ്വഭാവം. ഏത് കാര്യത്തിലും ഉറച്ച തീരുമാനം ഉണ്ടാകണം, ഉറച്ച നിലപാടുണ്ടാകണം, ദൃഢമായ ബോധ്യവും അറിവും ഉണ്ടാകണം. ഏത് കാര്യത്തിലും നമ്മൾക്ക് എന്ത് ചെയ്യണം? കൃത്യമായ അറിവും നേടണം. മറ്റൊരു അറിവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? ആടിക്കളിക്കുന്നത്. മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ. ഈ കൂട്ടരുടെ കൂടെയല്ല, ആ കൂട്ടരുടെ കൂടെയും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചാഞ്ചാടുന്ന അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാകുന്നവരാണ് കപട വിശ്വാസികൾ. ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. وَمَن يُضْلِلِ اللَّهُ فَلَن تَجِدَ لَهُ سَبِيلًا. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ആരെങ്കിലും വഴികേടിലാക്കുകയാണെങ്കിൽ പിന്നെ നേരിൻ്റെ വഴിയിൽ ഒരിക്കലും അവൻ എത്തിച്ചേരുകയില്ല. അപ്പോൾ സന്മാർഗം അത് നമുക്ക് കിട്ടിയത് നിലനിർത്തുവാനും നമ്മുടെ മനസ്സ് വഴിതെറ്റിപ്പോകാതിരിക്കുവാനുമൊക്കെ നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. നമ്മുടെ നമസ്കാരത്തെ പ്രത്യേകം 5 നേരം ആദ്യമായിട്ട് നമ്മുടെ അമലുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കുന്ന എന്താണ്? നിസ്കാരമാണ്. അള്ളാഹിൻ്റെ റസൂലിനോട് ഇങ്ങനെ സഹാബി ചോദിച്ചില്ലേ, റസൂലേ അയ്യുൽ അഅ്മാൽ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അസ്സലാത്തു അലാ വഖതിഹ, നിങ്ങൾ വഖ്തിൽ നിസ്കരിച്ചോളൂ. ആ നിസ്കാരത്തിൻ്റെ പോരായ്മകൾ നികത്താനാണ് സുന്നത്തായ നിസ്കാരങ്ങൾ. റവാത്തിബ് സുന്നത്ത്, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫർള് നിസ്കാരത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കപ്പെടാനാണ്. അതും നമ്മൾ അലസമായി പോയിക്കൂടാ. നമസ്കാരം നമ്മുടെ ഒരു ദിവസത്തെ അജണ്ടകൾ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഇന്നത്തെ നിസ്കാരം എങ്ങനെയൊക്കെ ആകണം. യാത്രക്കാരനാണെങ്കിൽ പ്രത്യേകം എന്ത് ചെയ്യണം? നിസ്കാരം എവിടുന്നായിരിക്കണം? ജമ്മു ഖസ്ർ തഖ്ദീമാണോ തഖീറാണോ എന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഫസ്റ്റ് പ്ലാനിങ് നമ്മുടെ അമലുകളിൽ ഫസ്റ്റ് അള്ളാഹു വിചാരണക്ക് എടുക്കുന്ന അമലിനെ കുറിച്ചായിരിക്കണം. നമ്മുടെ പരിശോധനകൾ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് നല്ലവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? നടത്തണം. അങ്ങനെ ഇഖ്ലാസോടുകൂടി ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ, ഞങ്ങളുടെ അമലുകളിലൊക്കെ പറ്റിപ്പോകുന്ന, അറിയാതെ വന്നു പോകുന്ന വീഴ്ചകളും അബദ്ധങ്ങളും സ്ഖലിതങ്ങളും നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് പുറത്തു തരണമേ. നമ്മൾ വജ്ബുർനി എന്ന് പറയുന്നില്ലേ? എന്താ വജ്ബുർനി എന്ന് പറഞ്ഞാൽ? എന്താ വജ്ബുർനി? വീഴ്ചകൾ പരിഹരിക്കറബേ. മനുഷ്യ സഹജമായ വീഴ്ചകളും തെറ്റുകളും നമ്മളിൽ നിന്നും പറ്റിപ്പോകുന്നത് പരിഹരിച്ചു കൊണ്ട് റബ്ബേ എന്നാണ്. അപ്പോൾ നമ്മളത് നമ്മുടെ വീഴ്ചകളെ പരിഹരിക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഗസയിലും ഫിലിസ്തീനിലും അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് അള്ളാഹു ഒരു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.